നമസ്കാരം സർ. ഒടുവിൽ പലസ്തീനികൾ തന്നെ ഹമാസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഹമാസ് ഔട്ട് എന്ന പ്ലക്കാർഡ് പിടിച്ച് ഗാസയിലുടനീളം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനിടെ എനിക്ക് തോന്നുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 20ഓളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. എന്നിരുന്നാൽ പോലും ഗാസയിലെ മനുഷ്യർ ഒടുവിൽ തിരിച്ചറിയുന്നു അവരുടെ യഥാർത്ഥ ശത്രു ഇസ്രയേലികളല്ല, ഹമാസ് തന്നെയാണെന്ന്. അതുകൊണ്ടാവില്ലേ അവർ തെരുവിലേക്ക് ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞ പ്ലക്കാർഡ് പിടിച്ച് വരുന്നത്? ഇതിലുള്ള ഒരു വിശകലനം എങ്ങനെയാണ്? നീതു, ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റുകളെ നമ്മളിപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ കാണുകയാണ്. അതിലൊന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഹമാസ് അനുകൂല അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമെന്ന് പറയപ്പെടുന്ന ഹമാസ് അനുകൂല സമ്മേളനങ്ങൾ നടക്കുന്നു. അതേസമയം യഥാർത്ഥ പാലസ്തീനികൾ എന്താണ് അവിടെയുള്ള സത്യാവസ്ഥ എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെല്ലാവരും തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ യാഹ്യ സിൻവർ അടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അവരെ അനുസ്മരിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലടക്കം നടക്കുമ്പോഴാണ് ഇവരാരുമല്ല ഞങ്ങളുടെ കോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം പാലസ്തീനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും പാലസ്തീൻകാരോടൊപ്പമാണ്. പാലസ്തീനെ വളരെ മോശമായ രീതിയിലത്തേക്ക് ഇസ്രായേൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന പോരാളികളാണ് ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പല ചാനലുകളടക്കം ഇവരെ പറ്റി പറയുന്നത്. ഹമാസ് തീവ്രവാദികൾ എന്നല്ല പറയുന്നത്, ഹമാസ് പോരാളികൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവർ പോരാളികളാണെന്ന് തോന്നേണ്ടത് ആർക്കാണ്? പാലസ്തീൻ ജനതയ്ക്കാണ്. അതേ പാലസ്തീൻ ജനതയാണ് നൂറുകണക്കിന് ആൾക്കാർ കഴിഞ്ഞ ദിവസം ബെയ്റ്റ് ലാഹിയ, അതേപോലെ തന്നെ ജബലിയ റെഫ്യൂജി ക്യാമ്പ്, ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ വടക്കൻ ഗാസയിൽ അതിശക്തമായിട്ട് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധിക്കുന്നതിന് ഒരു നൂറുകണക്കിന് ആൾക്കാർ വരുന്നു. അവരുടെ മുദ്രാവാക്യം മുഴുവനും ഈ ഹമാസിനെതിരെയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഹമാസ് ഔട്ട് എന്ന രീതിയിലത്തേക്കുള്ള മുദ്രാവാക്യമുണ്ട്, സ്റ്റോപ്പ് ദ വാർ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമുണ്ട്, ഹമാസ് ടെററിസ്റ്റ് സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമുണ്ട്. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. അതായത് ഇത്രയും കാലം 2007 മറ്റോ ജനകീയമായ രീതിയിലത്തേക്ക് അധികാരത്തിൽ വന്നിരുന്ന ഹമാസ് പിന്നീട് അവിടെ ജനാധിപത്യ സംവിധാനം തുടരുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. വളരെ ശക്തമായിട്ട് ഒരു ഏകാധിപത്യ പ്രവണതയിൽ വീണ്ടും തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ലാതെ അവരിങ്ങനെ കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഗാസയെ ഇങ്ങനെ കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ആദ്യം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള ഇലക്ഷൻസ് ഒന്നും നടക്കാതിരിക്കുമ്പോൾ പോലും ആൾക്കാർ പലപ്പോഴും നമ്മുടെ നാട്ടിലും ഇവരെ ന്യായീകരിക്കാൻ പറയുന്നത് ഇവരാണ് പാലസ്തീനിയൻ കോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാലസ്തീനികളുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജനാധിപത്യ രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് ഇവരാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് ഹമാസിനെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് സമാധാനം പുലരണം എന്നുള്ള ആവശ്യത്തോടു കൂടി പാലസ്തീനി ജനത ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നത്, അതിശക്തമായ പ്രതിഷേധം നടത്തുന്നത്. ഇത് ഒരു റിയാലിറ്റി റിയലൈസേഷൻ ആണ് എന്ന് വേണം പറയാൻ. കാരണം എന്താണ് വസ്തുത എന്നതിനെക്കുറിച്ച് പാലസ്തീനികൾ നേരത്തെ തന്നെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങളാൽ അവർക്ക് അതൊന്നും തന്നെ പരസ്യമായിട്ട് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് വളരെ വലിയ ദുരിതത്തിൽ കഴിയുകയാണ്. മാസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി തുടരുന്ന ഒരു വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ ജീവിക്കേണ്ടി വരുന്ന പ്രശ്നമാണ്. യാതൊരു വിധത്തിലുള്ള ജീവിത സ്വാതന്ത്ര്യങ്ങളും അവർക്കില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ദുരിതമുള്ള കഷ്ടപ്പാടുകൾ ഒക്കെ അനുഭവിച്ച് അവരിങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിഞ്ഞു വരികയാണ്. അവർക്ക് കൃത്യസമയത്തിന് ഭക്ഷണമോ വെള്ളമോ കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. അതൊന്നും തന്നെ അവർക്ക് എൻഷുർ ചെയ്യുന്നതിന് ഹമാസിനൊന്നും തന്നെ സാധിക്കുന്നില്ല. അങ്ങനെ വലിയ ദുരിതത്തോടു കൂടി അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർ അവസാനം ഇത് മതി, ഇനി ഇവിടെ സമാധാനം വേണം, ഞങ്ങളുടെ താല്പര്യങ്ങളെ ഹമാസ് റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയും ആ റിയലൈസേഷൻ പരസ്യമായി ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്ന രീതിയിലത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനത്തിലൂടെ അത് അറിയിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ധൈര്യം അവർ സമാഹരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം അവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ്. ഹമാസ് അവരുടെ താല്പര്യങ്ങളെയോ പാലസ്തീൻ കോസിനെയോ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് അന്നാട്ടിലെ ജനങ്ങൾ തന്നെ പറയുകയാണ്. അപ്പൊ ഇനി ഇവിടെ റിയലൈസേഷൻ ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ്. അതായത് ഹമാസ് റെപ്രസെന്റ് ചെയ്തത് പാലസ്തീനി ജനതയാണെന്നും പാലസ്തീനി ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പോരാട്ടമെന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വ്യാജ പ്രചരണം നടത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നു ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇവരല്ല, ഇവര് ടെററിസ്റ്റ് സംഘടനകളാണ്, ഇവര് പുറത്തു പോകണം, അതായത് ഗാസയ്ക്ക് പുറത്തേക്ക് ഇവർ പോകണം, പാലസ്തീന് പുറത്തേക്ക് പോകണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നിലനിൽക്കുമ്പോൾ ഹമാസ് ആണ് ഇതിന് ഉത്തരവാദികൾ എന്ന രീതിയിലത്തേക്ക് ആ ജനത തന്നെ പറയുകയാണ്.
അപ്പോൾ അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിട്ടും എനിക്ക് കഷ്ടം തോന്നുന്നത് നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ഇവിടെയുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയക്കാർ, പിന്നെ ഇതിനൊക്കെ തന്നെ ഈ പറയുന്ന പ്രാർത്ഥനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടോ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടത് ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരെ ഓർത്താണ്. കാരണം ഇവരുടെ ഒന്നും തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളതല്ല. അപ്പൊ ഇതിൽ ആരാണ് ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നത്, പാലസ്തീനി ജനതയുടെ ഭാഗത്ത് ആരാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവരാരും ലെവലേശം ബോധേഡ് പോലുമല്ല. കാരണം ഇവരെല്ലാം ഇപ്പോഴും ഒരു ഭാഗത്തേക്ക് നടക്കുന്ന അട്രോസിറ്റീസിനെ പറ്റി മാത്രമേ ഇവർ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഒരു യുദ്ധമാണ്. ആ യുദ്ധമാകുമ്പോൾ രണ്ടു ഭാഗത്തും ഒരേപോലെയുള്ള കെടുതികൾ ഉണ്ടാകും. ഒരുപക്ഷെ പ്രഹരശേഷി അനുസരിച്ച് ഒരാൾ മറ്റൊരാളിൽ ഏർപ്പിക്കുന്ന സമ്മർദ്ദം, ആഘാതം എന്നൊക്കെ പറയുന്നത് കൂടുതലായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത്ര വലിയ രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് 2023 ഉണ്ടായിരിക്കുന്ന ആ ഒരു ഒക്ടോബർ 7 ഉണ്ടായിരിക്കുന്ന ഒരു സൈനിക നടപടിയാണ്. ജനവാസ മേഖലയിലേക്ക്, ഇസ്രായേലിലെ ജനവാസ മേഖലയിലേക്ക്, അവിടെ വളരെ സമാധാനപരമായിട്ട് നടത്തിയിരുന്ന ഒരു സംഗീത ഫെസ്റ്റിവലിലേക്ക് ഇവര് അനാവശ്യമായിട്ട് റോക്കറ്റ് വർഷിക്കാനായിട്ട് ശ്രമിച്ചു. അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ട സ്ത്രീകളെക്കുറിച്ചോ അവിടെ കൊല ചെയ്യപ്പെട്ട കുട്ടികളെക്കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞാൻ ഈ പറഞ്ഞിരുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കോ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കോ അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അതേ നാണയത്തിൽ അവർ തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സ്ത്രീകൾ കൊല്ലപ്പെടുന്നേ, ഇവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അതിലൊരു മനുഷ്യത്വം കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും? രണ്ടു ഭാഗത്തുമുള്ളത് ഒരേ തരത്തിലുള്ള അട്രോസിറ്റീസ് ആണ് എങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഒരേപോലെ കാണാൻ ശ്രമിക്കണം. ആരാണ് ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിച്ചത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. UN ചാർട്ടർ അനുസരിച്ച് പോലും ഒരു രാജ്യം അതിന്റെ അതിർത്തികൾക്കുള്ളിൽ ആക്രമിക്കപ്പെടുകയാണ് എങ്കിൽ അതിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ ഫസ്റ്റ് റൈറ്റ് ഓഫ് ഡിഫൻസ് ആണ് എന്ന രീതിയിലേക്ക് UN ചാർട്ടർ പോലും വിഭാവനം ചെയ്യുമ്പോൾ ഈ ഹമാസിനൊപ്പം ആരുമില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ ഹമാസിന്റെ നേതാക്കന്മാർ, ഈ യാഹ്യ സിൻവറിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പടം നമ്മുടെ നാട്ടിൽ ഇവിടെ ഓട്ടോറിക്ഷകളിൽ അടിക്കുന്നത്, ഇവിടെയുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുകയും അവർക്ക് വേണ്ടി അനുസ്മരണവും പ്രാർത്ഥനയും ഒക്കെ തന്നെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇപ്പൊ ഇവരെല്ലാവരും തന്നെ സ്വാർത്ഥ ലാഭത്തിൽ ആ ഒരു പ്രവിശ്യയെ മൊത്തത്തിൽ ഭരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ജനങ്ങളെ ഷീൽഡുകളാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂണിൽ രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്ക് പിടിച്ചിരിക്കുകയാണ്. അതിൽ ഇസ്രായേലിന്റെ ഹമാസിന്റെ ഭാഗത്തുള്ള സൈനികൻ ഈ തോക്ക് പിടിച്ചിരിക്കുമ്പോൾ അതിന് മുന്നിൽ ഒരു പ്രാമിൽ ഒരു ചെറിയ കുട്ടിയാണ്. എന്നാൽ ഇസ്രായേലിന്റെ പോരാളി നിൽക്കുന്ന സമയത്ത് ആ പട്ടാളക്കാരന്റെ പിന്നിലാണ് ഈ പ്രാമിലുള്ള കുട്ടി. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്. അതായത് ഈ കുട്ടിയെ എന്റെ നാടിനെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് കുട്ടികളെ ബന്ദികളാക്കിക്കൊണ്ട്, കുട്ടികളെ ഷീൽഡുകളാക്കി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവാസ മേഖലകളിലെല്ലാം തന്നെ താമസിച്ചുകൊണ്ട് അവിടെ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ യുദ്ധം അവിടെ നിന്ന് നയിക്കാനായിട്ട് ഹമാസ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യത്വം അവർക്ക് തീരെയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേയധികം ഹമാസ് നേതാക്കന്മാർ ഈ ആക്രമണത്തിലൊക്കെ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പല ആൾക്കാരും കൊല ചെയ്യപ്പെടുന്നത് മനുഷ്യവാസ മേഖലയിലാണ് അല്ലെങ്കിൽ ആശുപത്രികളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രങ്ങളെ എല്ലാം തന്നെ അവരുടേതായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ലാതെ, മാനുഷിക പരിഗണനകളില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആ ജനങ്ങൾക്കുണ്ടാകും. ആ ബ്രേക്കിംഗ് പോയിന്റ് കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം, എന്നാലും ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാകാനില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, ഇവർ തീവ്രവാദികളാണ്, ഇവർ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധങ്ങൾക്കായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ കാണുന്നത് ഇതിന്റെ ഈ പ്രശ്നമുള്ള സ്ഥലത്തേക്ക്, അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഹമാസിന്റെ ആൾക്കാർ എത്തുകയാണ്. ഈ തീവ്രവാദികൾ അവിടെ എത്തിയതിനു ശേഷം പല ആൾക്കാരെയും കായികമായി നേരിടുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഈ പ്രതിഷേധ പ്രകടനമെല്ലാം തന്നെ പിരിച്ചുവിടുകയാണ്. എന്ന് വെച്ചാൽ തീരെ സമാധാനം അവരുടെ ഭാഗത്തില്ല, സഹിഷ്ണുത അവരുടെ ഭാഗത്തില്ല. ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നത് അവർക്കറിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതൊരു വലിയ വാർത്തയാകാതിരിക്കാൻ ഇതിനെ ഒന്ന് ഹഷപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നും പാലസ്തീൻ കോസ് അല്ല ഹമാസ് ഫർദർ ചെയ്യുന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാത്രം അഭിപ്രായമല്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിരോധം കൊണ്ട് നമ്മൾ ആർക്കെതിരെയും പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് ആ നാട്ടിലുള്ള തദ്ദേശവാസികളായിട്ടുള്ള പലസ്തീൻകാരുടെ വികാരം അത് തന്നെയാണ് എന്നാണ് ഈ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് നീതു ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.